നമ്മുടെ ഹെൽത്തി കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു സാലഡാണ്. സാലഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്ത സാലഡിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ സാലഡ് എന്ന് പറയുമ്പോൾ വേറൊരു ചിന്തയായിരിക്കും. പക്ഷെ നമ്മളിന്ന് തേങ്ങാപ്പാൽ സാലഡാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഉള്ളൊരു തെറ്റായ ധാരണയാണ് നമുക്ക് തേങ്ങ അതിയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തേങ്ങാപ്പാലൊക്കെ നമ്മുടെ ആഹാരത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുവാണെങ്കിൽ നമ്മുടെ കൊളസ്ട്രോൾ കൂടും, അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിന് പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ ഉള്ളത്. പക്ഷെ അതല്ല ശരിയായത്. കാരണം നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട നല്ലൊരു വിശിഷ്ട ഭോജ്യം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും തേങ്ങ. നമ്മുടെ രക്തത്തിലുള്ള നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് തേങ്ങ. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിക്കും ഹൈപ്പർ ടെൻഷനും BP കുറയ്ക്കാനും നമ്മുടെ ഡയബറ്റീസ് കുറയ്ക്കാനും ഒക്കെ പ്രയോജനപ്രദമാണ് നമ്മൾ കഴിക്കുന്ന തേങ്ങ. നമുക്ക് ചിന്തിച്ചാൽ അറിയാം, 80-90 വർഷം ജീവിക്കേണ്ട അല്ലെങ്കിൽ ആയുസ്സുള്ള ഒരു തെങ്ങില് അതിന് വളർന്ന് പന്തലിച്ചു വരാനുള്ള വളർന്ന് വികസിച്ചു വരാനുള്ള എല്ലാ ന്യൂട്രിയൻസും എല്ലാ പോഷകങ്ങളും ഒരു തേങ്ങയിൽ നമുക്ക് കാണാൻ കഴിയും. എൻ്റെ അടുത്ത് ഡയറ്റ് ചോദിച്ചു വരുന്ന വെജിറ്റേറിയൻസ് ആയിട്ടുള്ള പേഷ്യൻസിനെ നിർബന്ധമായിട്ട് തേങ്ങ നല്ല അളവിൽ കഴിക്കാൻ പറയും. കാരണം എന്ന് വെച്ചാൽ അവർക്ക് മറ്റു ഫാറ്റ് സോഴ്സ് ഇല്ല. അപ്പം വെജിറ്റബിൾ ഫാറ്റ് ആണെങ്കിലും നമ്മൾ തേങ്ങ കഴിക്കുകയാണെങ്കിൽ വളരെയധികം പ്രയോജനം അവർക്ക് കിട്ടും. തേങ്ങ ലോറിക് ആസിഡ് എന്ന് പറഞ്ഞ ഒരു ആസിഡിന്റെ നല്ലൊരു സ്രോതസ്സാണ്. അത് നമ്മളുടെ രോഗപ്രതിരോധ ശേഷിയെ കൂട്ടും, നമ്മുടെ ക്യാൻസറിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഹൈപ്പർ ടെൻഷനെ ഡൈജഷനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യുന്ന തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടുള്ള 2 ഐറ്റമാണ്. ഒന്ന് തേങ്ങാപ്പാലിന്റെ സാലഡും ഒന്ന് തേങ്ങാപ്പാലിന്റെ ചായയും. നമ്മുടെ കുക്കിംഗ് ആരംഭിക്കുകയാണ്. അതിലേക്ക് ഞാൻ ഒരു 1.5 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് പൊട്ടിച്ചെടുത്തിരിക്കുക ഞാൻ ചെയ്തിരിക്കുന്നത്. കാരണം ചിരണ്ടി എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുക്കിംഗ് എപ്പോഴും വളരെ എളുപ്പമായിരിക്കണം. കാരണം ഇത് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുന്നതിന് ചിരണ്ടി എടുക്കേണ്ട ഒരു കാര്യമില്ല. ചിരണ്ടി എടുക്കുമ്പോൾ കുറേ കൂടി സമയം പോവുകയുള്ളൂ. ഈ തേങ്ങയിൽ നിന്ന് എടുക്കുന്ന പാല് മതിയാവും നമുക്ക് ചായക്കും അതുപോലെ നമ്മുടെ സാലഡിനും. നമ്മുടെ സാലഡിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 സവാളയാണ്, മീഡിയം സൈസ് സവാളയാണ്. അത് നന്നായിട്ട് ചെറുതായിട്ട് വളരെ നേരിയതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. നമ്മൾ സവാള വളരെ നേരിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എത്രയും നേരിയതാക്കും അത്രയും രുചി കൂടും. കാരണം എന്താ വെച്ചാൽ ഇതിനകത്തുനിന്ന് നമ്മൾ കുറച്ച് അതിന്റെ ജലാംശം കളയുന്നുണ്ട്. സവാള ഒന്ന് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. അതിനുവേണ്ടി നമ്മൾ കുറച്ചധികം ഉപ്പ് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. നമ്മൾ കുറച്ചധികം ഉപ്പിടുന്നുണ്ട്, വെള്ളം ഒഴിച്ച് വെക്കുക ചെയ്യുന്നത്. 1 മണിക്കൂർ നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ച് കഴിയുമ്പോൾ ഓസ്മോസിസ് കൊണ്ട് നന്നായിട്ട് ഇത് സോഫ്റ്റായി വരും. എന്നിട്ട് നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക വേണ്ടത്. 1 മണിക്കൂർ ഉപ്പ് വെള്ളത്തിലിട്ട സവാള നമ്മൾക്ക് ഇനി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. കൂടുതൽ ഉപ്പ് ഇട്ടിട്ടുള്ളത് കൊണ്ട് നമ്മൾ സവാള ഒന്ന് നല്ല വെള്ളത്തിൽ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഉപ്പ് കൂടുതലായിപ്പോവും. നമുക്ക് വളരെയധികം ഇൻഗ്രീഡിയൻസ് കുറവാണ് ഈ ഒരു സാലഡിൽ, പക്ഷെ നല്ല ടേസ്റ്റ് ആണ്. നമ്മൾ ഇനി നമ്മുടെ തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. നമുക്ക് 1-ാം പാല് 2-ാം പാലെന്നൊന്നും വേണ്ട, നന്നായിട്ട് അരച്ച് പിഴിഞ്ഞെടുത്താൽ മതിയാവും. നമ്മൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളം എടുത്താണ് അരയ്ക്കുന്നത്. തേങ്ങ നന്നായിട്ട് അരഞ്ഞു കിട്ടണം. കാരണം ഇതിലുള്ള പാല് മൊത്തം നമുക്ക് എടുക്കണം. പിന്നെ 2-ാം പാല് 1-ാം പാല് 2-ാം പാല് നല്ലൊരു തിരിച്ച് നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ഇതിലുള്ള മൊത്തം തേങ്ങാപ്പാല് പിഴിഞ്ഞു കിട്ടും. നമ്മൾ ആദ്യമായിട്ടും പാൽ എടുത്തു കഴിഞ്ഞ് 2-ാമത് ഒന്നും കൂടി മിക്സിയിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അരച്ചെടുത്ത തേങ്ങാപ്പാലിന്റെ ഒരു 1/4 പങ്ക് നമ്മൾ നമ്മുടെ സാലഡിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ നമ്മുടെ സാലഡിലേക്ക് 1 സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സിന്തറ്റിക് വിനീഗറാണ്. സിന്തറ്റിക് വിനാഗിരിക്ക് പകരം ആപ്പിൾ സിഡർ വിനീഗറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ സാലഡിന്റെ ഔഷധ മൂല്യം കൂടും. നമുക്ക് യൂറിക് ആസിഡ് ഒക്കെ ഒന്ന് മാനേജ് ചെയ്യാനായിട്ടും പ്രയോജനപ്പെടും. നമ്മുടെ സാലഡിന് എരിവിന് വേണ്ടി നമ്മൾ ഒരു 5 കാന്താരിമുളക് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. കാന്താരിമുളക് കിട്ടാനില്ലെങ്കിൽ പച്ചമുളക് ചേർത്താലും മതിയാവും. നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. ആഴ്ചയിൽ 2 വട്ടമെങ്കിലും ഈ സാലഡ് എടുക്കുകയാണെങ്കിൽ, ആഹാരത്തിൽ ഉൾപ്പെടുത്തി എടുക്കുകയാണെങ്കിൽ നമ്മുടെ കൊളസ്ട്രോൾ വളരെ ബാലൻസ് ചെയ്ത് വരണ കാണാം. മോശം കൊളസ്ട്രോൾ കുറയും. അതുപോലെ തന്നെ HDL കൂടുന്നതായിട്ട് നമുക്ക് ടെസ്റ്റുകളിൽ കാണാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ചായ ഉണ്ടാക്കാം. പശുവിൻ പാലിന് പകരം നമ്മൾ തേങ്ങാപ്പാൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് വളരെ മെച്ചമുണ്ടാവും. നമ്മൾ ഇനി ചായ തിളപ്പിക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഒരു 1/4 ഗ്ലാസ് വെച്ച് 3 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ചിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ
തേയില ചേർത്തെടുക്കുക. കടുപ്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കണതിനും കുഴപ്പമില്ല. നമ്മൾ ഈ തിളച്ച ചായ അങ്ങനെ തന്നെ നമ്മളുടെ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിലേക്ക് ചേർത്ത് കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ തേങ്ങാപ്പാൽ ഒട്ടും തന്നെ തിളപ്പിക്കുന്നില്ല. നമ്മുടെ ചായയുടെ ചൂട് കൊണ്ട് തന്നെ ഒരുവിധം നന്നായിട്ട് വെന്ത് കിട്ടുന്നുണ്ട്. നമ്മൾ ചായ ഗ്ലാസ്സിലേക്ക് പകർന്നെടുക്കുകയാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതിലേക്ക് ഈ ചായയിലേക്ക് പഞ്ചസാര ഒട്ടും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ തേങ്ങാപ്പാൽ ചായയും അതുപോലെ തന്നെ പശുവും പാൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന ചായയിലൊന്നും പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. ആദ്യമൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും, പക്ഷെ കുറച്ചാൾ കഴിയുമ്പോൾ നമ്മൾ ആ രുചിയായിട്ട് നന്നായിട്ട് താതാത്മ്യം പ്രാപിക്കും. ഈ രണ്ട് പ്രിപ്പറേഷൻസും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. രണ്ടും നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒത്തിരിയുള്ള രണ്ട് പ്രിപ്പറേഷൻസ് ആണ്.